എല്ലാവർക്കും സ്റ്റോറി മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ പാത്തുവിൻ്റെ സ്റ്റോറീൻ്റെ ബാക്കിയുള്ള പാട്ടാണ് കേട്ടോ. അപ്പോൾ കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോവാം. അങ്ങനെ ഞങ്ങളെല്ലാവരും ലാബിലേക്ക് ചെന്നു. ടീച്ചർ ഒരു ചോദ്യം തന്നിട്ട് അത് സോൾവ് ചെയ്യാനായി എല്ലാവരോടും 2 പേരടങ്ങുന്ന ഗ്രൂപ്പാക്കി. എനിക്ക് ലീന എന്ന പേരുള്ള പെൺകുട്ടിയാണ് കിട്ടിയത്. ഓരോരുത്തർക്കും ഓരോ കമ്പ്യൂട്ടറും തന്നു. ഞങ്ങൾ ചോദ്യവും എടുത്ത് കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്നു. മാം, പെട്ടെന്ന് ഒരാൾ ടീച്ചറെ വിളിക്കുന്നത് കേട്ടു. അത് അപർണയായിരുന്നു. എന്തു പറ്റി അപർണ? ടീച്ചർ അവളോട് ചോദിച്ചു. മാം, എനിക്ക് വേറെ ആളെ തരുമോ? അപർണ ടീച്ചറോട് ചോദിച്ചു. ഞാൻ അപർണയുടെ പാർട്ട്ണറിനെ നോക്കി. അജ്മലായിരുന്നു അപർണയുടെ പാർട്ട്ണർ. എന്തു പറ്റി അപർണ? ടീച്ചർ അവളോട് ചോദിച്ചു. എനിക്കിത് ഇയാളുടെ ഒപ്പം ചെയ്യാൻ പറ്റില്ല ടീച്ചർ, എനിക്ക് വേറെ ആളെ തരണം, അവൾ ടീച്ചറോട് അപേക്ഷിച്ചു. അജ്മൽ ഒന്നും പറയാതെ നിർവികാരനായി നിന്നു. ഷാരോൺ ഇതെല്ലാം കണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. വൈ, എന്തു പറ്റി? ടീച്ചർ അവളോട് ചോദിച്ചു. ടീച്ചർ, എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത്, ഞാൻ ഗംഗയുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളാം പ്ലീസ് ടീച്ചർ, അപർണ പറഞ്ഞു. എന്നിട്ട് ഗംഗയുടെ അടുത്തേക്കിരുന്നു. ടീച്ചർ അജ്മലിനെ നോക്കി. ഇയാൾക്ക് ഒരാൾ വേണമല്ലോ, അജ്മലിനെ നോക്കിക്കൊണ്ട് ടീച്ചർ പറഞ്ഞു. ടീച്ചർ ചുറ്റിലും നോക്കി. അപ്പോൾ എന്നെ കണ്ടു. ഫാത്തിമ, ടീച്ചർ ഒരു പ്രതീക്ഷയെണ്ണം എന്നോട് ചോദിച്ചു. എനിക്ക് ഒരു മറുപടി പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ അവനെ എൻ്റെ ഗ്രൂപ്പിൽ ചേർക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ടീച്ചർ എൻ്റെ മറുപടിക്കായി കാത്തുനിന്നു. എല്ലാവരും എന്നെ നോക്കി. അജ്മലും എന്നെ ഒന്ന് പാളി നോക്കി. സോറി മാഡം, എനിക്കും ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ടീച്ചറോട് തീർത്തും പറഞ്ഞു. വൈ ഫാത്തിമ? പ്ലീസ് മാഡം, എന്നെ നിർബന്ധിക്കരുത്, ഞാൻ ടീച്ചറോട് പറഞ്ഞു. ടീച്ചർ, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം, അജ്മൽ പെട്ടെന്ന് കയറി പറഞ്ഞു. ടീച്ചർ നിർവികാരിയായി അജ്മലിനെ നോക്കി. ടീച്ചർക്ക് നല്ല വിഷമം വന്നിരുന്നു. ഷാരോണും കൂട്ടരും ഇതൊക്കെ കണ്ട് ഊറിച്ചിരിച്ചു. എന്നിൽ നിന്നും ഇങ്ങനൊരു മറുപടി അവർ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. ടീച്ചറും പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും എൻ്റെ ഉള്ളിൽ ആകെ നീറി. ഇതുവരെ ഒരാളെയും ഞാൻ അവഗണിക്കുകയോ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്താനോ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഒരു വിധത്തിൽ ഞാൻ ചെയ്തതും അത് തന്നെയല്ലേ. അജ്മലിനെ ഞാൻ ഒറ്റപ്പെടുത്തി, അല്ലെങ്കിൽ അവനെ ഒറ്റപ്പെടുത്തിയവരുടെ കൂട്ടത്തിൽ ഞാനും ഒഫീഷ്യലായി ചേർന്നു. എൻ്റെ ഉള്ളിൽ നല്ലവണ്ണം സങ്കടം കയറി വന്നു. എനിക്ക് ടീച്ചർ തന്ന ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിലേക്ക് ശ്രദ്ധ ചെലുത്താനോ സാധിച്ചില്ല. ഞാൻ ചെയ്ത പ്രവൃത്തി എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. പെട്ടെന്നൊരാൾ പുറത്തേക്ക് പോകുന്ന ശബ്ദം ഞാൻ കേട്ടു. ഞാൻ അങ്ങോട്ടേക്ക് നോക്കി. അജ്മലാണ്. അജ്മൽ അവന് കൊടുത്ത പ്രോബ്ലം സോൾവ് ചെയ്തു, ഒറ്റയ്ക്ക് തന്നെ. നിങ്ങൾ ഈ ക്ലാസ് തീരുമ്പോഴെങ്കിലും ഇത് തീർക്കുമോ? ടീച്ചർ അഹങ്കാരത്തോടെ ഞങ്ങളോട് പറഞ്ഞു. അവനെ ഒറ്റപ്പെടുത്തി ഞങ്ങളെ ടീച്ചർ ശരിക്കും പരിഹസിച്ചതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. എല്ലാവരും തല കുമ്പിട്ടിരുന്നു, ഞാനടക്കം. അവനെ ഗ്രൂപ്പിൽ ചേർത്താൽ മതിയായിരുന്നു, എന്നാൽ 2 മിനിറ്റ് കൊണ്ട് പരിപാടി തീർന്നാനേ, ലീന എന്നോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ എന്തോ എനിക്കതിന് ഒരു രൂപത്തിലും മറുപടി നൽകാൻ സാധിച്ചില്ല. പക്ഷേ ശരിക്കും അവൻ അവിടെയുള്ള എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. കാരണം ഞങ്ങളിൽ ഒരാൾക്ക് പോലും ആ ചോദ്യം ചെയ്തു തീർക്കാൻ സാധിച്ചില്ല. ക്ലാസ്സിലെ പഠിപ്പികളെല്ലാം ആ ചോദ്യത്തിന് മുന്നിൽ സാഷ്ടാംഗം പ്രണാമിച്ചു വീണു. ശരിക്കും പറഞ്ഞാൽ എന്നെയും അത് അത്ഭുതപ്പെടുത്തിയിരുന്നു. കാരണം ക്ലാസ്സിലൊരിക്കൽ പോലും അവൻ ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഞങ്ങൾക്കൊരാൾക്ക് പോലും ചെയ്ത് തീർക്കാൻ പറ്റാത്ത ചോദ്യം അവൻ 2 മിനിറ്റ് കൊണ്ട് തീർത്തു. എൻ്റെ ഉള്ളിൽ അവനോടുള്ള കാഴ്ചപ്പാടിനുള്ള ആദ്യത്തെ മാറ്റമായിരുന്നു അത്. ഇതുവരെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടിനേറ്റ ആദ്യത്തെ അടിയും. ആ ദിനം അങ്ങനെ കടന്നുപോയി. അവനിൽ എല്ലാവരും ഒന്ന് മാറി ചിന്തിച്ചെങ്കിലും അവൻ ഒരിക്കലും മാറാൻ കൂട്ടാക്കിയില്ല. അവൻ ആരോടും കൂട്ടുകൂടാൻ പോയില്ല, ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ല. എന്തിന് മൊട്ടക്കുന്നിലുള്ള സായാഹ്നങ്ങളും മാറിയില്ല. ആയിടയ്ക്കാണ് ഒരു ദിവസത്തെ കനത്ത മഴയിൽ കോളേജ് കോമ്പൗണ്ടിലുണ്ടായിരുന്ന ഒരു മരം വീണ് ബയോളജി ലാബ് തകരുന്നത്. ലാബ് മൊത്തം തകർന്നുപോയി. ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചു.
ബയോളജി ലാബ് പുതുക്കി പണിയുകയല്ലാതെ വേറെ മാർഗ്ഗമില്ലായിരുന്നു. കോളേജിൽ നിന്നും അതിനുവേണ്ടി ഫണ്ട് സർക്കാരിൽ നിന്നും അനുവദിച്ചു കിട്ടിയില്ല. അതിന് പ്രധാന കാരണം സർക്കാരും കോളേജ് ഭരിക്കുന്ന പാർട്ടികളും രണ്ടായിരുന്നു. പലതവണ അപേക്ഷ സമർപ്പിച്ചിട്ടും ഫണ്ട് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്റ്റുഡൻസ് തന്നെ ഫണ്ട് സ്വന്തം കയ്യിൽ നിന്നും എടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും വേണ്ട മുഴുവൻ പൈസയും കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നാട്ടിലെ ചില പ്രമാണികളെ സമീപിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ അറക്കൽ അബൂബക്കർ ഹാജിയുടെ വീട്ടിലേക്ക് ചെന്നു. അറക്കൽ അബൂബക്കർ ഹാജി പ്രമാണി എന്നൊന്നും പറഞ്ഞുകൂടാ, അതുക്കും മേലെ. ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയം കൂടാതെ പറയുന്ന പേരാണ് അബൂബക്കർ ഹാജി. ഉപ്പാൻ്റെ പഴയ സ്നേഹിതനാണ് ഈ അബൂബക്കർ ഹാജി. എന്നെ ഹാജിക്കും ഹാജിയുടെ ഭാര്യയ്ക്കും നന്നായി അറിയായിരുന്നു. തൻ്റെ സ്നേഹിതൻ്റെ മകൾ എന്ന വാത്സല്യമെന്നും അദ്ദേഹവും ആ ഉമ്മയും എനിക്ക് നൽകിയിരുന്നു. ഹാജി പോരാത്തതിന് ഞങ്ങളുടെ പാർട്ടിയോട് മമതയുള്ള ആളും. അതുകൊണ്ട് തന്നെ തുടക്കം അവിടെ നിന്നാകാമെന്ന് കരുതി ഞാനും അനൂപേട്ടനും പിന്നെ കുറച്ച് സുഹൃത്തുക്കളുമായി ഹാജിയുടെ വീട്ടിലേക്ക് ചെന്നു. കോളിംഗ് ബെല്ലടിച്ചു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ആ വാതിൽ തുറന്നു. ഹാജി അല്ലായിരുന്നു, ഹാജിയുടെ ഭാര്യ റസിയായിരുന്നു. എന്താ മക്കളെ? അത് ചോദിച്ചതിന് ശേഷമാണ് ഉമ്മച്ചി എന്നെ കണ്ടത്. ആ, ആരിത്, പാത്തുവോ എന്ന് വിളിച്ച് ഉമ്മച്ചി എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. ഞാൻ പുഞ്ചിരിച്ചു. ഉമ്മാക്കും ഉപ്പാക്കും സുഖാണോ മോളെ? ഉമ്മച്ചി എന്നോട് ചോദിച്ചു. സുഖ ഉമ്മ, ഞാൻ മറുപടി കൊടുത്തു. മോളെന്താ പതിവില്ലാതെ ഈ വഴിക്ക്? അല്ല, ഇതൊക്കെ ആരാ? ഉമ്മച്ചി എൻ്റെ ഒപ്പം വന്നവരെ നോക്കി ചോദിച്ചു. എൻ്റെയും ഉമ്മച്ചിയുടെയും സ്നേഹപ്രകടനം കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കായിരുന്നു എൻ്റെ കൂടെ വന്നവർ. ഇതെൻ്റെ കോളേജിലുള്ളവരാ ഉമ്മ. ഞങ്ങൾക്ക് ഉപ്പാനൊന്ന് കാണണമായിരുന്നു. ഞാൻ പറഞ്ഞു. ഇക്ക കുളിക്കാണല്ലോ മോളെ, ഞാൻ പറയാം, നിങ്ങൾ ഉള്ളിലേക്കിരിക്ക്, ഉമ്മച്ചി പറഞ്ഞു. വേണ്ട ഉമ്മ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം, ഞാൻ പറഞ്ഞു. എന്നാ അങ്ങനെ ആയിക്കോട്ടെ, നിങ്ങളിരിക്കി, ഞാൻ പോയി പറഞ്ഞിട്ട് വരാം എന്നും പറഞ്ഞ് ഉമ്മച്ചി ഉള്ളിലേക്ക് പോയി. ഫാത്തിമാക്ക് എവിടെ ചെന്നാലും ആളുകളുണ്ടല്ലോ ഇരിക്കുന്നിടത്ത് നിന്ന് അനൂപേട്ടൻ പറഞ്ഞു. ഉപ്പാൻ്റെ സ്നേഹിതനാണ് ഈ അബൂബക്കർ ഹാജി. ഞാൻ മറുപടി കൊടുത്തു. ആണോ? അപ്പോൾ കാര്യം എളുപ്പമായല്ലോ, അനൂപേട്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ, അങ്ങനെ അധികം ആശ്വസിക്കുകയൊന്നും വേണ്ട, നമ്പർ 1 ബിസിനസ്മാൻ ആണ് പുള്ളി, ഞാൻ പറഞ്ഞു. അത് ശരിയാ, ഈ കാണുന്നതെല്ലാം ഒറ്റയ്ക്ക് വെട്ടിപ്പിടിച്ചുണ്ടാക്കിയതാണ്, ഒരു കുടുംബസ്വത്തിൻ്റെയും പാരമ്പര്യം പോലുമില്ല, അനൂപേട്ടൻ പറഞ്ഞു. ഞാനത് ശരിവെച്ചു. കുറച്ച് കഴിഞ്ഞ് ഉമ്മ ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം കൊണ്ടുവന്നു. ഞങ്ങൾ കുറച്ചു നേരം വിശേഷമൊക്കെ ചോദിച്ചിരുന്നു. ഹാജി ഇപ്പോൾ വരുമെന്ന് ഉമ്മച്ചി പറഞ്ഞു. നല്ല സ്നേഹമാണ് ഉമ്മച്ചിക്ക്. അറക്കൽ കുടുംബത്തിൻ്റെ ഐശ്വര്യം. വിശന്നു വരുന്ന ഒരാളെയും ഒന്നും കൊടുക്കാതെ പറഞ്ഞു വിടില്ല. കാണാൻ വരുന്ന ഏത് പുലയനാണെങ്കിലും തൻ്റെ ആദ്യത്തെ മര്യാദ കാണിക്കും. അത്രയ്ക്കും കാരുണ്യമുള്ള കുടുംബമാണ് അറക്കൽ. നാട്ടുകാർക്കും വളരെ വേണ്ടപ്പെട്ടവരാണ് അറക്കൽ കുടുംബം. കുറേ ട്രസ്റ്റുകളുണ്ട് ഇവർക്ക്. പാവങ്ങളെ നോക്കാൻ, മക്കൾ ഉപേക്ഷിച്ച മാതാപിതാക്കളെ നോക്കാൻ, ഒരു നേരത്തിന് ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കാത്തവരെ വിശപ്പൂട്ടാൻ, അനാഥ കുട്ടികളെ പഠിപ്പിക്കാൻ, എല്ലാത്തിനും അറക്കൽ കുടുംബം മുന്നിലായിരുന്നു. താൻ വളർന്നു വന്ന കഷ്ടപ്പെട്ട സാഹചര്യങ്ങൾ തന്നെ കൊണ്ടാവുന്ന തരത്തിലെങ്കിലും സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റാൻ ഹാജി ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ ദൈവത്തെ പോലെ കണ്ടിരുന്നു. ഞാൻ ഓരോന്നാലോചിച്ച് ഹാജിക്ക് വേണ്ടി കാത്തിരുന്നു. പെട്ടെന്നൊരു ബുള്ളറ്റിൻ്റെ ശബ്ദം ഞാൻ കേട്ടു. ഒരു ബുള്ളറ്റ് ഗേറ്റും താണ്ടി പോർച്ചിൽ വന്ന് നിന്നു. അജ്മലായിരുന്നു ആ ബുള്ളറ്റിൻ്റെ മേൽ. ഞാൻ അന്തം വിട്ട് അവനെ നോക്കി നിന്നു. അനൂപേട്ടൻ്റെയും മറ്റുള്ളവരുടെയും സ്ഥിതി മറിച്ചല്ലായിരുന്നു. അവൻ ബൈക്കിൽ നിന്നും ഇറങ്ങി ഉള്ളിലേക്ക് നടന്നു. ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ എന്നെ കണ്ടു നിന്നു. നീ എന്താ ഇവിടെ? ഞാൻ അവനോട് ചോദിച്ചു. ഇത് എൻ്റെ വീടാണ്, അവൻ മറുപടി പറഞ്ഞു. അവൻ്റെ മറുപടി കേട്ട് എൻ്റെ കിളി പാറി. നിൻ്റെ വീടാണെന്ന് പറഞ്ഞാ? ഞാൻ സംശയത്തോടെ അവനോട് വീണ്ടും ചോദിച്ചു. ഞാൻ അറക്കൽ അബൂബക്കർ ഹാജിയുടെ മകനാണ്, അവൻ പറഞ്ഞു. എന്നിട്ടവൻ ഉള്ളിലേക്ക് നടന്നു. അനൂപേട്ടനും ഇത് കേട്ടിരുന്നു.
അനുപേട്ടൻ്റെ കിളിയും നല്ലതുപോലെ പാറിയിരുന്നു. പിന്നെ ഹാജി വന്നതും ഹാജിയോട് കാര്യങ്ങൾ പറഞ്ഞ് 1,00,000 രൂപ തരാമെന്ന് പറഞ്ഞതുമൊക്കെ ഞങ്ങൾ ഒരു തരിപ്പോടെ മാത്രമാണ് കേട്ടത്. ഞങ്ങൾ അജ്മൽ തന്ന ഷോക്കിൽ നിന്നും വിട്ടു മാറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പല കാര്യങ്ങളും എന്നെ ചിന്തിപ്പിച്ചു. ജനങ്ങൾ ദൈവത്തെപ്പോലെ കാണുന്ന അറക്കൽ അബൂബക്കർ ഹാജിയുടെ മകനാണോ ഇങ്ങനെ കുടിച്ചും വലിച്ചും പെണ്ണുപിടിച്ചും നടക്കുന്നത്? അതെന്നെ വല്ലാത്ത സംശയത്തിലാഴ്ത്തി. ധനികരുടെ മക്കൾ അവരുടെ വളർത്തുദോഷം കൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അജ്മലിൻ്റെ മാതാപിതാക്കൾ അങ്ങനെയുള്ളവരല്ല. കാരുണ്യത്തിൻ്റെ നിറകുടമാണ് രണ്ടുപേരും. പക്ഷേ ഇവൻ... എൻ്റെയും ഉപ്പാൻ്റെയും സ്ഥിരം സംസാരത്തിൽ ഞാൻ ഈ വിഷയം എടുത്തിട്ടു. ഉപ്പാക്ക് അറക്കൽ അബൂബക്കർ ഹാജിയെ അറിയില്ലേ? ഞാൻ ചോദിച്ചു. ആ അബുവോ, എന്താടി നീ അവൻ്റെ അടുത്ത് പോയി വല്ല വികൃതിയും കാട്ടിയോ? ഉപ്പ എന്നോട് ചോദിച്ചു. ഇല്ലുപ്പ, നിങ്ങൾ പറയുന്ന കേക്ക്, ഞാൻ പറഞ്ഞു. ആ ഈ പറ പാത്തു. ഉപ്പാക്ക് ഹാജിയുടെ മക്കളെക്കുറിച്ച് എന്തെങ്കിലും അറിയുമോ? ഞാൻ ചോദിച്ചു. അത് അവന് 2 മക്കളുണ്ട്. ഒരാണും പെണ്ണുമാണെന്ന് തോന്നുന്നു, ഉപ്പ പറഞ്ഞു. അവരെക്കുറിച്ച് ഉപ്പാക്കറിയോ? ഞാൻ പിന്നെയും ചോദിച്ചു. അത് അവൻ മക്കളെക്കുറിച്ച് അത്ര ഓപ്പണല്ല. എന്താടി? ഉപ്പ ചോദിച്ചു. ഒന്നുമില്ല, ഇന്ന് അവിടെ പോയിരുന്നു. എന്തൊരു വലിയ വീടാണെന്നറിയോ? ഞാൻ പറഞ്ഞു. എന്തേ, ഈ വീട് വലുതല്ലേ? ഉപ്പ ചോദിച്ചു. ആ, എന്നാലും അതിൻ്റെ അത്രയും വരൂല. ആ അത് ശരിയാ. ആ വീടും അവൻ്റെ സ്വത്തുക്കളും അവൻ ഒറ്റയ്ക്കുണ്ടാക്കിയതാണ്. ഉപ്പാനെ പോലെ കുടുംബസ്വത്തിൻ്റെ മഹിമയൊന്നും അവനില്ലായിരുന്നു. അവൻ്റെ പരിശ്രമവും ചങ്കൂറ്റവും കൊണ്ടാണ് അവൻ്റെ സാമ്രാജ്യം പടുത്തുടർത്തിയത്. നിനക്കൊക്കെ ഇൻസ്പയർ ചെയ്യാൻ പറ്റിയ മുതലാണ്, ഉപ്പ പറഞ്ഞു. ഉപ്പ പറഞ്ഞത് ഓരോന്നും എൻ്റെ ഉള്ളിലേക്ക് കയറി. എൻ്റെ ഉള്ളിൽ ഹാജിയോട് തോന്നിയ മതിപ്പ് പിന്നെയും കൂടി. പക്ഷെ അജ്മലിൻ്റെ അവസ്ഥ കൂട്ടി വായിച്ചപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് സങ്കടം തോന്നി. അപ്പോൾ ഉപ്പ വെറും വേസ്റ്റ് ആണല്ലേ? ഞാൻ ഉപ്പനോട് കളിയാക്കി ചോദിച്ചു. ഒന്ന് പോടി അവിടുന്ന്. ആ ചോദ്യം ചോദിച്ച് തീരുമ്പോഴേക്കും ഓടിയത് കൊണ്ട് ഉപ്പാൻ്റെ അടി എനിക്ക് കിട്ടിയില്ല. ഉപ്പാൻ്റെ അടുത്ത് നിന്നും അജ്മലിനെക്കുറിച്ച് ഒന്നും അറിയാൻ സാധിച്ചില്ല. പിറ്റേന്ന് ഉച്ചയ്ക്ക് ക്യാൻറ്റീനിൽ നിന്നും ഫുഡ് അടിച്ച് ക്ലാസ്സിലേക്ക് വന്നപ്പോൾ അജ്മലുണ്ട് ക്ലാസ്സിൻ്റെ ഡെസ്കിൽ തലവെച്ച് ഉറങ്ങുന്നു. പെട്ടെന്ന് ബെല്ലടിച്ചു. പക്ഷെ ആരും അവനെ വിളിച്ചില്ല. സാറ് കയറി വന്നു. വിനോദ് സാറാണ്. ഭയങ്കര ചൂടൻ, സ്വയം വലിയ ആളാണെന്ന് ഒരു നെഗ്ലിപ്പിനുള്ള സാറ്. അയാളുടെ തൊള്ള കേട്ടാൽ അയാളുടെ ജീവിതത്തിൽ നേടാത്തതായി ഒന്നുമില്ലെന്ന് തോന്നിപ്പോകും. അജ്മൽ ശരിക്കും പെട്ടു. സാർ പക്ഷേ അജ്മൽ ഉറങ്ങുന്നത് കണ്ടിരുന്നില്ല. സാറ് ക്ലാസ്സിൽ വന്നപാടെ കുറച്ചു നേരം ക്ലാസ് എടുത്ത് ബോർഡിൽ ഒരു ചോദ്യം എഴുതി. പക്ഷെ ഷാരോൺ വെറുതെ ഇരുന്നില്ല. അവൻ സാറിനെ വിളിച്ചിട്ട് അവൻ ഉറങ്ങുന്നത് കാണിച്ചു കൊടുത്തു. സാറ് ഡസ്റ്റർ എടുത്ത് അജ്മലിൻ്റെ നേരെ എറിഞ്ഞു. കൃത്യം അവൻ്റെ മുഖത്ത് തന്നെ വീണു. അവൻ്റെ മുഖത്ത് ആകെ പൊടിയായി. അവൻ ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്ന് മുഖത്ത് വീണ പൊടി തുടച്ചു. ക്ലാസ്സിലുള്ള എല്ലാവരും ഇത് കണ്ട് ചിരിച്ചു. എല്ലാവരും ചിരിക്കുന്നത് കണ്ടപ്പോൾ സാറിനും ഹരം കയറി. സാറ് അജ്മലിൻ്റെ അടുത്തേക്ക് ചെന്നു. അജ്മൽ സാറിനെ നോക്കി. ലാസ്റ്റ് ഇയറിൽ ട്രാൻസ്ഫർ അല്ലേ? ഒരു പൊട്ടനും ചെയ്യാത്ത കാര്യം. അത് ചെയ്തപ്പോൾ തന്നെ ഉറപ്പിച്ചതാണ് വരുന്നവൻ്റെ നിലവാരം എന്താണെന്ന്. സാർ അവനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. ഷാരോൺ ആൻഡ് ടീംസ് പൊട്ടിച്ചിരിച്ചു. ഉറങ്ങാനാണെങ്കിൽ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? വീട്ടിൽ നല്ല കിടക്കയും തലയണയൊക്കെ ഇല്ലേ? പിന്നെ പറ്റുമെങ്കിൽ വാപ്പയോട് ഒരു പെണ്ണും കൂടി കെട്ടിച്ചു തരാൻ പറ. അതാവുമ്പോൾ പിന്നെ ഇവിടെ കിടന്ന് ഉറങ്ങാൻ തോന്നില്ല. സാർ അവനെ കളിയാക്കി പൊട്ടിച്ചിരിച്ചു. എല്ലാവരും അതിന് കൂട്ടുകൂടി. അജ്മലിന് ദേഷ്യം വരുന്നത് പോലെ എനിക്ക് തോന്നി. അവൻ്റെ കണ്ണുകളൊക്കെ ചെറുതായ പോലെ. വാപ്പ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നല്ലതുപോലെ ക്യാഷ് ഇറക്കിയിട്ടുണ്ടാവുമല്ലോ, അത് മുതലാക്കണ്ടേ? സാറ് അവനെ കളിയാക്കി ചോദിച്ചു. അജ്മൽ ഒന്നും പറയാതെ സാറിനെ തന്നെ നോക്കി നിന്നു. ക്ലാസ്സിലുള്ളവർ സാറിനോടൊപ്പം കൂടി അവനെ കളിയാക്കി ചിരിച്ചു. നിന്നെക്കൊണ്ട് എന്തായാലും ഇങ്ങനെയുള്ളൊരു ചോദ്യത്തിന് ഉത്തരം തരാൻ പറ്റില്ല. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് അതൊന്ന് ചെയ്യുന്നത് നോക്കിയിരിക്കെങ്കിലും ചെയ്.
അതും പറഞ്ഞ് കളിയാക്കി ചിരിച്ച് സാർ തിരിഞ്ഞ് ബോർഡിൻ്റെ അടുത്തേക്ക് നടന്നു. എല്ലാവരും ചിരിക്കുന്നുണ്ട്. സാർ, അജ്മൽ സാറിനെ വിളിച്ചു. സാർ തിരിഞ്ഞു നോക്കി. അജ്മൽ അടുത്തേക്ക് വന്ന് സാറിൻ്റെ കയ്യിൽ നിന്നും ചോക്ക് വാങ്ങി ബോർഡിൻ്റെ അടുത്തേക്ക് നടന്നു. ബോർഡിന് മുന്നിൽ ചെന്ന് അവനൊന്ന് നിന്നു. എന്നിട്ട് ബോർഡിലേക്ക് നോക്കി ചോദ്യം ഒന്ന് വായിച്ചു. പിന്നെ ബോർഡിൽ അത് സോൾവ് ചെയ്യാൻ തുടങ്ങി. ഒരു സ്റ്റോപ്പ് പോലും ഇടാതെ പെട്ടെന്ന് അവൻ എഴുതിക്കൊണ്ടിരുന്നു. അവൻ ബോർഡിൽ എഴുതുന്നത് കണ്ട് എല്ലാവരും അന്തം വിട്ട് അവനെ തന്നെ നോക്കി നിന്നു. 1-2 മിനിറ്റുകൾ കൊണ്ട് തന്നെ അവൻ ഉത്തരം ചെയ്ത് തീർത്തു. അവൻ പിന്നിലേക്കൊന്ന് വന്ന് ബോർഡിലേക്ക് നോക്കി ഉത്തരം ശരിയാണോ എന്ന് ചെക്ക് ചെയ്തു. അതിനുശേഷം അവൻ ചോക്ക് മേശമേൽ വെച്ചിട്ട് തിരിഞ്ഞ് സാറിൻ്റെ അടുത്തേക്ക് വന്നു. അജ്മൽ സാറിനെ നോക്കി. സാർ അജ്മലിനെയും. ഏതു പൊട്ടനും ചെയ്യാൻ പറ്റുന്ന ഒന്നുണ്ട്, ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യം അതുപോലെ ബോർഡിൽ എഴുതുക എന്നുള്ളത്. അതിന് മിനിമം വേണ്ടത് കണ്ണ് കാണുക, അല്ലെങ്കിൽ വായിക്കാൻ അറിയുക, അത് മാത്രമാണ്. കണ്ണ് കാണാത്തവർക്കും വായിക്കാൻ അറിയാത്തവർക്കുമാണ് ഇതിൻ്റെ ആവശ്യം. ഇതിലും നല്ലത് കിടന്നുറങ്ങലാണ്. വിദ്യാർത്ഥികൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാണെങ്കിലും ചോദ്യം മുഴുവനായും കണ്ടെത്തിക്കോളും. അജ്മൽ സാറിനെ നോക്കി പറഞ്ഞു. സത്യം പറഞ്ഞാൽ പച്ചയ്ക്ക് തിന്നുക എന്നാവും വാസ്തവം. അജ്മൽ സാറിനെ കടന്നുപോയി. തൻ്റെ ബാഗുമെടുത്ത് സാറിൻ്റെ മുന്നിലേക്ക് അവൻ തിരിച്ചു വന്നു. എന്നെ ഇവിടെ കൊണ്ടുവരാൻ എൻ്റെ വാപ്പയ്ക്ക് ഒരു പൈസ പോലും മുടക്കേണ്ടി വന്നിട്ടില്ല, അജ്മൽ പറഞ്ഞു. സാറ് ചോദ്യഭാവത്തിൽ അവനെ നോക്കി. ഓൾ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിൽ ടോപ്പ് അടിച്ചാൽ ഇന്ത്യയിലെ ഏത് കോളേജിലും ഒരു പൈസയും വാങ്ങാതെ സീറ്റ് കിട്ടും. അജ്മൽ അതും പറഞ്ഞ് ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോയി. അജ്മൽ പറയുന്നത് കേട്ട് സാറിൻ്റെ കണ്ണ് മാത്രമല്ല തള്ളിയത്, അത് കേട്ട എല്ലാവരുടെയും കണ്ണ് പുറത്തേക്ക് വന്നു. അജ്മൽ ഓൾ ഇന്ത്യൻ ടോപ്പറാണെന്നോ? പക്ഷേ അവരവിടെ 10 മിനിറ്റ് കൊണ്ട് കാണിച്ചത് ഒന്നും പറയാനായില്ല. കൊലം മാസ്. എല്ലാവരുടെയും അണ്ണാക്കിൽ തന്നെ അവൻ പൊട്ടിച്ചു. സാറിന് പിന്നെ ഒന്നും പറയാൻ തോന്നിയില്ല. സാറ് ബോർഡിൽ പോയി ചോദ്യം മുഴുവൻ എഴുതിയിട്ട് ഉത്തരം അജ്മൽ എഴുതിയിട്ടതാണെന്ന് പറഞ്ഞിട്ട് സ്ഥലം കാലിയാക്കി. ആകെ നാണം കെട്ടു. പക്ഷേ എൻ്റെ ചിന്തകൾക്ക് പിന്നെ മടി കിട്ടി. എൻ്റെ കാഴ്ചപ്പാടുകൾക്ക് വീണ്ടും മടി കിട്ടി. അവനെ മനസ്സിലാക്കാൻ പോലും എനിക്ക് സാധിച്ചില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും കാത്തിരിക്കുക. കൂടാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം.